തമിഴ്നാട്ടിൽ നാളെ സത്യപ്രതിജ്ഞ ഇല്ലെന്ന് സൂചന. സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. 118 പേരുടെ പിന്തുണ വേണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടെന്ന വിവരം. കേവല ഭൂരിപക്ഷം വേണമെന്ന സുപ്രീം കോടതി വിധിയുണ്ടെന്ന് ഗവർണർ അറിയിച്ചതായും വിവരമുണ്ട്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും. മനേഷ്, ഈ വിജയ് 113 പേരുടെ പിന്തുണയുണ്ട് എന്നാണ് അറിയിച്ചത്. പക്ഷേ ഗവർണർ പറയുന്നുണ്ട് 118 തന്നെ വേണമെന്നല്ലേ? മനേഷ്, കേൾക്കാമെങ്കിൽ 113 പേരുടെ പിന്തുണയുണ്ട് എന്ന് വിജയ് അറിയിച്ചിരുന്നു. പക്ഷേ ഗവർണർ പറയുന്നുണ്ട് 118 തന്നെ വേണമെന്ന്. തമിഴ്നാട്ടിൽ നാളെ സത്യപ്രതിജ്ഞ ഇല്ലെന്നാണ് ഇപ്പോൾ സൂചന വരുന്നത്. സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. 118 പേരുടെ പിന്തുണ വേണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. കേവല ഭൂരിപക്ഷം വേണമെന്ന് സുപ്രീം കോടതി വിധിയുണ്ടെന്ന് ഗവർണർ അറിയിച്ചതായും സൂചനയുണ്ട്. മനീഷ് മൂർത്തിയുണ്ട് വിവരങ്ങളുമായി. മനീഷ്, വിവരങ്ങൾ. അനുഭവ്, എന്തായാലും വിജയിയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം 113 പേരുടെ പിന്തുണ, അതായത് 108 സീറ്റുകൾ TVKയും മൂന്ന് സീറ്റുകൾ ഈ പറഞ്ഞ രീതിയിൽ 5 സീറ്റുകൾ കോൺഗ്രസിന്റെയും, അങ്ങനെ 113 സീറ്റുകളുടെ പിന്തുണ നേടിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു കത്തിൽ, ഗവർണർക്ക് നൽകിയ കത്തിൽ പറയുന്നത് ഈ രീതിയിലാണ്. 113 പേരുടെ പിന്തുണയുണ്ട്, ഈ സർക്കാർ രൂപീകരിക്കാനുള്ള അനുമതി നൽകണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 118 എന്ന സീറ്റുകളിൽ എത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ ആ സീറ്റിൽ കേവല ഭൂരിപക്ഷം കടന്നാൽ മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ വിളിക്കാൻ സാധിക്കൂ, ഒരു പാർട്ടിയെ വിളിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഗവർണർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അത് തന്റെ തീരുമാനമല്ല, അത് സുപ്രീം കോടതിയുടെ തീരുമാനമാണ് എന്നാണ് എന്തായാലും ഗവർണർ പറയുന്നത് എന്നുള്ള സൂചനകളാണ് എന്തായാലും പുറത്തു വരുന്നത്. വലിയ തോതിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്, നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. നാളെ 11:30 മണിക്കാണ് പറഞ്ഞ രീതിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യം കൂടി ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. 113 സീറ്റുകൾ എന്ന ഒരു നമ്പറിൽ എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സർക്കാർ രൂപീകരണത്തിന് അനുമതി നൽകാൻ കഴിയില്ല. അത് 118 സീറ്റുകൾ തന്നെ വേണം. അത് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് തന്റെ തീരുമാനമല്ല, സുപ്രീം കോടതി ഉത്തരവുണ്ട്, അതിനെ ലംഘിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും ഗവർണറുടെ നിലപാട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ തന്നെ സ്വാഭാവികമായും ഇനിയിപ്പോൾ നാളെ സത്യപ്രതിജ്ഞ നടക്കുമോ എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ നമുക്കൊരു ഉറപ്പില്ല. ഈ പറഞ്ഞ രീതിയിൽ കത്ത് മാറ്റി നൽകേണ്ടി വരും ഗവർണർക്ക്, അതായത് പിന്തുണ അർപ്പിക്കുന്ന ആളുകളുടെ കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടി വരും. അപ്പോൾ ആ രീതിയിലെല്ലാം തന്നെ ഇനിയിപ്പോൾ ഇന്ന് ഇതെല്ലാം പൂർത്തിയാക്കാൻ കഴിയുമോ വിജയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ആ രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ എന്തായാലും നാളെ സത്യപ്രതിജ്ഞ നടക്കാനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. മാത്രമല്ല, DMKയിൽ നിന്ന് 47 MLA-മാരുടെ ഒരു പിന്തുണ, അത് പുറത്തുനിന്നുള്ള പിന്തുണ നൽകും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ എന്തായാലും ഇതുവരെ DMK കത്ത് നൽകിയിട്ടില്ല. മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ SP വേലുമണിയുടെയും CB ഷൺമുഖത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ യോഗങ്ങൾ പോലെ അവിടേക്ക് ഇപ്പോൾ മുൻ മന്ത്രിയായിട്ടുള്ള മറ്റൊരു വിജയഭാസ്കർ കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകൾ എന്തായാലും DMKയിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ പുറത്തുനിന്നുള്ള പിന്തുണ എന്നത് പിൻവലിച്ചുകൊണ്ട് അകത്തേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വിജയ്ക്കൊപ്പം സഖ്യം ഉണ്ടാക്കുക, ചില ഡിമാൻഡുകൾ വെച്ചൊരു സഖ്യം ഉണ്ടാക്കുക എന്നൊരു തലത്തിലേക്ക് DMK മാറുന്നുണ്ടോ, DMKയുടെ ചർച്ചകൾ ആ വഴിക്ക് നീങ്ങുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആദ്യഘട്ടത്തിലുള്ള ചർച്ചകളിൽ 47 സീറ്റുകൾ, 47 നിയുക്ത MLA-മാരുടെ പിന്തുണ TVKയ്ക്ക് നൽകാം എന്നൊരു ധാരണയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അതിലിപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു സമയത്ത് വൈകുന്നേരം സമയത്താണ്, ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇപ്പോൾ ഗവർണറെ കണ്ട് മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് അത്തരത്തിൽ ഡിമാൻഡുകൾ വച്ചാണല്ലോ ഇപ്പോൾ ഈ TVKയ്ക്ക് പിന്തുണ നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരൊറ്റ രാത്രി മാത്രമാണ്, ഇനിയുള്ള വളരെ കുറച്ച് സമയം ഈ ബാക്കി ആളുകളെ കൂടി, എനിക്കൊന്ന് 5 പേരെ കൂടി കണ്ടെത്തുക, നാളെ സത്യപ്രതിജ്ഞ നടത്തുക എന്നുള്ളതായിരിക്കുമല്ലോ ഇനി വിജയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ്, അതായത് 5 പേരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടത് പാർട്ടികളുമായി CPI-യുമായും CPI-യുമായും വിജയ് സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്തുണ തേടിക്കൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഈ ഒരു ഇന്നോ നാളെയോ ആയി തീരുമാനമെടുക്കില്ല. 8-ാം തീയതി CPI-യുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി എന്ന് പറയുന്നത് 8-ാം തീയതി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം. അത് ഭരണത്തിന്റെ ഭാഗമാവാനോ അത്തരത്തിലൊന്നുമല്ല, പുറത്തുനിന്ന് പിന്തുണ നൽകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ് ഈ ഇടത് പാർട്ടികളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും നാളെ കൊണ്ട് എന്തായാലും അക്കാര്യത്തിൽ
ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം അണ്ണാ-ഡി-എം-കെയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു മൂവ്മെന്റ് കൂടിയാണ്. കാരണം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിലപാട് വരുമ്പോൾ വളരെ വേഗത്തിലാണ് അണ്ണാ-ഡി-എം-കെയിൽ ചർച്ചകൾ മുൻപോട്ട് പോകുന്നത്. ഒരു പക്ഷേ പാർട്ടിയുടെ ഭാഗം അല്ലെങ്കിൽ സഖ്യകക്ഷിയായി ടി.വി.കെയുടെ സഖ്യകക്ഷിയായി അധികാരത്തിൽ വരാൻ ഡെപ്യൂട്ടി CM ചീഫ് ഉൾപ്പെടെയുള്ള ഉപമുഖ്യമന്ത്രി പദം ഉൾപ്പെടെയുള്ള ചില ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് സംസാരിക്കാനാണോ ഇനിയിപ്പോൾ അണ്ണാ-ഡി-എം-കെയുടെ ശ്രമം എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു രാത്രി കൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വിജയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു സാധ്യതയുള്ളത് ഈ പറഞ്ഞ രീതിയിൽ പാട്ടാളി മക്കൾ കക്ഷിയാണ്. അത് അവർക്ക് 4 സീറ്റുണ്ട്. NDA സഖ്യത്തിലുള്ള പാട്ടാളി മക്കൾ കക്ഷിയാണ്. അവരിൽ നിന്നും ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് അവരും ആവശ്യപ്പെട്ടത്. ഒരുപക്ഷെ അതെന്തായാലും കൊടുക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലേക്ക് ടി.വിക്ക് എത്തിയതോടുകൂടിയാണ് ആ ഒരു വഴി അടയുകയും ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഉള്ളിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരാം. മാത്രമല്ല ഒരു സീറ്റുള്ള അമ്മ മക്കൾ മുന്നേറ്റ കഴകം അത് നേരത്തെ തന്നെ വിജയോട് അത്യാവശ്യം ഈ പറഞ്ഞ രീതിയിൽ ഒരു പിന്തുണ പ്രഖ്യാപിക്കാം, പിന്തുണ നൽകാമെന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ നേരത്തെ തന്നെ എത്തിയതാണ്. പക്ഷേ ആ ഒരു പിന്തുണയും എന്തായാലും വിജയ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാട്ടാളി മക്കൾ കക്ഷിയെയും ഈ അമ്മ മക്കൾ മുന്നേറ്റ കഴകത്തെയും തിരിച്ചു കൊണ്ടുവന്നാൽ ഒരുപക്ഷെ ഇന്ന് രാത്രി കൊണ്ട് തന്നെ കത്ത് മാറ്റി കൊടുത്തുകൊണ്ട്, അതായത് ഈ പറഞ്ഞ രീതിയിൽ 118 ആളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് വിജയ് കത്ത് മുഖാന്തരം അറിയിച്ചാൽ ഒരുപക്ഷെ നാളെ സത്യപ്രതിജ്ഞ നടക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. എന്തായാലും നാളെ സത്യപ്രതിജ്ഞ എന്ന് വിജയ് പറഞ്ഞ സ്ഥിതിക്ക്, ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്ന സ്ഥിതിക്ക് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി 5 പേർ ആര് എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ ചിലപ്പോൾ ഉത്തരം കിട്ടിയേക്കും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അണ്ണാ-ഡി-എം-കെ ഇനി എന്തായിരിക്കും മുന്നോട്ട് വയ്ക്കുക, അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഓഫർ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമോ എന്നതും നമ്മൾ നോക്കി തന്നെ കാണണം. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.